ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടക്കാപ്പൊരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലോട്ട് കുറച്ച് കടുക്, ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും, ഒരു 5-6 ചെറിയുള്ളി ചതച്ചെടുത്തതും ഒരുമിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെണ്ടക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കട്ടെ. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതൊന്ന് അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരുപാട് ടൈം വേണ്ട, അതിൻ്റെ വഴുവഴുപ്പ് മാറുന്നത് വരെ മാത്രം മതി. നമ്മുടെ സവാളയൊന്നും അധികം വാടി വരുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യമായിട്ടുള്ളത് അത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് പച്ചമുളക് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ വെണ്ടക്കാപ്പൊരി ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. എന്നാൽ എണ്ണയിൽ വേണം ഇത് മുരിഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി ഒന്നുകൂടി നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. അതിനുശേഷം 2-3 വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേ ഇട്ട് കൊടുക്കണ്ട, ചതച്ചിട്ട് അതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് ടൈമിലാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്നുകൂടി ഇതേപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാനായിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമൻറ്റും കൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. നല്ലൊരു ഫ്രൈ ആയി ആകുന്നത് വരെ നമ്മൾ ഇതേപോലെ വഴറ്റിയെടുക്കണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.